നമസ്കാരം. ഇന്ന് നമ്മൾ ഹാർഡ് ഡിസ്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസാണ്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ DVRൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോ DVRൽ എത്തുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഹാർഡ് ഡിസ്കിനെ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നത് ഒരു ഹാർഡ് ഡിസ്ക്കാണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ഇതുപോലെ തന്നെ ഇരിക്കുന്ന CCTV ഹാർഡ് ഡിസ്ക് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ CCTV സ്റ്റോറേജിന് യൂസ് ചെയ്യാം. ഹാർഡ് ഡിസ്കിൻ്റെ കമ്പനികൾ, പ്രധാനമായിട്ടുള്ള കമ്പനികൾ സീഗേറ്റ്, WD, വെസ്റ്റേൺ ഡിജിറ്റൽ, ഹിറ്റാച്ച് തുടങ്ങിയ കമ്പനികളാണ് ഹാർഡ് ഡിസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ CCTVയിൽ യൂസ് ചെയ്യാം. എന്നിരുന്നാലും CCTVക്ക് വേണ്ടി മാത്രം കുറച്ച് പെർഫോമൻസ് കൂടി ഹാർഡ് ഡിസ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ കമ്പനികൾ. അത്തരം ഹാർഡ് ഡിസ്കുകൾ സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ എന്ന് പറയാറുണ്ട്. CCTV ഹാർഡ് ഡിസ്കുകൾ, വീഡിയോ ഡിസ്കുകൾ എന്നൊക്കെ പറയാറുണ്ട്. ആ കാണുന്ന ഹാർഡ് ഡിസ്ക്കാണ് ലെഫ്റ്റിൽ കാണുന്നത്, സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് കാണുന്നത്. അത് തിരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സൈഡിൽ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൻ്റെ ബാക്കിൽ സർക്യൂട്ട് ബോർഡ് ഉണ്ട്, അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഹാർഡ് ഡിസ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് സ്ക്രാച്ച് ഒന്നും വീഴാതെ, തറയിൽ വെച്ച് ഉരച്ച് സ്ക്രാച്ച് ഒന്നും വീഴാതെ ശ്രദ്ധിക്കുക. അതുകൂടാതെ ഹാർഡ് ഡിസ്കിൽ ഈ കാണുന്ന ഒരു കോപ്പറിൻ്റെ 2 കണക്ടർ കാണുന്നുണ്ട്, കണ്ടോ. ഈ 2 കണക്ടറിൽ നീളം കൂടിയ കണക്ടർ ഈ ഹാർഡ് ഡിസ്കിലേക്ക് പവർ കൊടുക്കാനായിട്ടാണ്. കാരണം ഇതിനകത്ത് ഡിസ്ക് ഉണ്ട്, അതിൽ മോട്ടറുണ്ട്, അതൊക്കെ റൊട്ടേറ്റ് ചെയ്യണം. അത് കറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ വേണം. പവർ കൊടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ, ഇവിടുത്തെ കേസിൽ വീഡിയോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഈ 2 കണക്ടർ. ഈ ടൈപ്പ് കണക്ടറാണ് ഒരു ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഹാർഡ് ഡിസ്കുകൾ നമ്മൾ പറയുന്നത് ഒരു സാറ്റ ഹാർഡ് ഡിസ്കുകൾ എന്നാണ് പറയുന്നത്. ഈ ടെക്നോളജിക്ക് സാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഈ ഹാർഡ് ഡിസ്ക് ഒരു സാറ്റ ടൈപ്പ് ഹാർഡ് ഡിസ്ക്കാണ്. ഈ ഹാർഡ് ഡിസ്കിലേക്ക് നോക്കുക, 2 കേബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കേസ് വീഡിയോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ. മറ്റൊന്ന് പവറാണ്, ഹാർഡ് ഡിസ്കിന് ആവശ്യമുള്ള പവർ സപ്ലൈ ആണ്. ഈ 2 കേബിളും DVRനുള്ളിലിരിക്കുന്ന സർക്യൂട്ട് ബോർഡിലേക്ക്, മദർ ബോർഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആ കണക്ടേഴ്സ് നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ലെഫ്റ്റിൽ കാണുന്നത് പവർ കേബിളാണ്. പവർ കേബിളിൻ്റെ ഒരു സൈഡ് നമ്മൾ DVRലെ മദർ ബോർഡിലേക്ക്, അതായത് സർക്യൂട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്യും. ഒരു സൈഡ്, ഈ കാണുന്ന ബ്ലാക്ക് ലോങ് സൈഡാണ് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ കാണുന്ന ഡാറ്റ കേബിൾ സാറ്റ ഡാറ്റ കേബിളാണ്. ഇത് ക്ലിപ്പൊക്കെ ഉണ്ട്, കണ്ടോ. ഇതിന് സൈഡൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡ് ഹാർഡ് ഡിസ്കിലേക്കും അടുത്ത സൈഡ് ആ മദർ ബോർഡിലേക്കും കണക്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. കേബിളിൻ്റെ പേര് സാറ്റ പവർ കേബിളും മറ്റൊന്ന് സാറ്റയുടെ ഡാറ്റ കേബിളും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ DVR വാങ്ങുമ്പോൾ DVRനുള്ളിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാകില്ല. നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ആവശ്യത്തിനുള്ള സൈസിലുള്ള കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക് വാങ്ങുക. ഈ കേബിളുകൾ ഉപയോഗിച്ച് ഹാർഡ് ഡിസ്കിനെ ഇതിനുള്ളിലിരിക്കുന്ന മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്തൊരു വ്യൂ ആണ് കാണുന്നത്. കാണുന്നുണ്ടല്ലോ, അതായത് ഡാറ്റ കേബിൾ, അതിന് നേരെ മദർ ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പവർ കേബിൾ, അത് മദർ ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കണക്ട് ചെയ്തതിന് ശേഷം ഹാർഡ് ഡിസ്കിനെ നമ്മൾ DVRൻ്റെ ഉള്ളിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ എങ്ങനെയാണ് ഒരു ഫ്രഷ് DVRൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്കിനെ ഫിക്സ് ചെയ്യുന്നതെന്നാണ്. നോക്കുക, എൻ്റെ കയ്യിൽ DVR ഉണ്ട്, ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതിനുള്ള കണക്റ്റേഴ്സും കേബിളും ഉണ്ട്. ഞാൻ ഈ DVRനുള്ളിലേക്ക് ഈ ഹാർഡ് ഡിസ്കിനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. കേബിൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത കേബിളാണ്. ഇത് ഡാറ്റ കേബിളും ഇത് പവർ കേബിളുമാണ്. ഉണ്ടല്ലോ, ഇത് ആ ബ്ലാക്കാണ് നമ്മൾ ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഡാറ്റ കേബിൾ എൻ്റെ ഏത് സൈഡ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്ക് വാങ്ങുമ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ കൂടെ നമുക്ക് കേബിൾ ഉണ്ടാകില്ല, DVRനൂടെ കേബിൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വേണം 40-50 രൂപയൊക്കെ ആവുള്ള കേബിൾ സെപ്പറേറ്റ് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ടാവും. ഇത് ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്കിൻ്റെ സർക്യൂട്ട് ബോർഡ് താഴെ ആകാത്ത രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അത് DVRനുള്ളിൽ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കേബിളുകളൊക്കെ ചെറിയ ലോക്കുകളോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഒരു വഴിക്കേ കയറുള്ളൂ. നമ്മൾ ഒത്തിരി പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, ഉള്ള ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി, അത് കയറുന്നുണ്ടാവും. ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പഠിക്കാം. കാരണം ഇപ്പോൾ 4 ക്യാമറയുണ്ട്, 1 മാസത്തേക്ക് എനിക്ക് റെക്കോർഡിങ് വേണമെങ്കിൽ എത്ര കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക് വാങ്ങണം, അത്തരം കാൽക്കുലേഷൻസ് അതൊക്കെ പിന്നീട് നോക്കാം. ഇത് ഹിക്വിഷൻ്റെ DVR ആണ്. എൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ 4 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അടിക്കാമെങ്കിൽ എൻ്റെ ഔട്ടർ കവറിങ് കൂടി എടുക്കാൻ പറ്റും. നോക്കുക, DVR ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായല്ലേ, കാരണം BNC കണക്ടർ ഉണ്ട്. അപ്പം BNCക്ക് പകരം ഫുള്ള് RJ45 ആയിരുന്നെങ്കിൽ അവിടെ അത് NVR ആകും. DVR ആണെങ്കിലും NVR ആണെങ്കിലും ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. അത് നോക്കുക, അത് കാണുന്നത് അതിൻ്റെ മദർ ബോർഡ്, സർക്യൂട്ട് ബോർഡാണ്. അത് കഴിഞ്ഞുള്ള സ്പേസിലാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് വെക്കേണ്ടത്. 4 സ്ക്രൂ വെക്കാനുള്ള പോർഷനുണ്ട്. എല്ലാ ഹാർഡ് ഡിസ്കിൻ്റെ ഈ സ്ക്രൂവിൻ്റെ പൊസിഷനൊക്കെ സെയിം ആയിരിക്കും. ഈ 2 കണക്ടറാണ്. ആ വൈറ്റ് കാണുന്നത് പവറും ബ്ലാക്ക് ഡാറ്റയുമാണ്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ ആ കണക്ടേഴ്സ് രണ്ടും കൂടെ അടുത്തടുത്ത് വരത്തക്ക രീതിയിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അത് വെച്ചിട്ട് ബാക്ക് സൈഡ് സ്ക്രൂവിന് നേരെ വയ്ക്കുക.
സ്ക്രൂ ചെയ്താൽ മതിയാവും. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ ഇങ്ങനെ സ്ക്രാച്ച് വീഴില്ല, ഒരയാൻ പാടില്ല കേട്ടോ. അതിൻ്റെ കറക്റ്റ് ഹാർഡ് ഡിസ്കിൻ്റെ സ്ക്രൂ ഉണ്ട്, ചെറിയ ഹെഡുള്ള സ്ക്രൂ ആണ്. ആ സ്ക്രൂ എടുത്തിട്ട് ടൈറ്റ് ചെയ്താൽ മതി. 4 സ്ക്രൂവും ടൈറ്റ് ചെയ്യണം. ഒട്ടും ഈ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ ഈ DVR നോക്കുമ്പോൾ ഇളകാനൊന്നും പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഹാർഡ് ഡിസ്കിലേക്ക് തന്നെ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കും. 4 സ്ക്രൂ ഒത്തിരി ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്യിച്ചാൽ മതി. ഒന്ന് പിരിച്ചു വയ്ക്കുക. എന്നിട്ട് DVR നോക്കി ആ ഹോളിലേക്ക് ജസ്റ്റ് അത് വയ്ക്കുക. ബാക്ക് സൈഡ് കാണാം, ഉണ്ടോ? ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്തേക്കണ്ട. താഴേക്ക് കയറ്റി വയ്ക്കുക, ടൈറ്റ് ചെയ്തേക്കാം. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇങ്ങനെയാണ്. ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യുമ്പോൾ വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക, അതിൻ്റെ സർക്യൂട്ട് ബോർഡ് സ്ക്രാച്ച് ആകാൻ പാടില്ല. ഹാർഡ് ഡിസ്ക് DVRൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക് അതിനോട് ചേർന്ന് മദർ ബോർഡും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മദർ ബോർഡിൽ നിന്ന് 2 കേബിൾ വന്ന് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യും. ഇത് ഡാറ്റ കേബിളാണ്, ഉണ്ടല്ലോ. ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ കേബിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ബ്ലാക്ക് കണക്ടറാണ്, സാറ്റ കണക്ടർ ഉണ്ട് അവിടെ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഒരു വഴിക്ക് തിരിച്ചു പിടിച്ച കയറില്ല കേട്ടോ, ഒരു വഴിക്ക് ഇത് കയറുള്ളൂ. തിരിച്ച് ഊരുമ്പോൾ ആ ക്ലിപ്പിൽ പ്രസ് ചെയ്തിട്ട് വേണം ഊരിയെടുക്കാനായിട്ട്. അതുപോലെ ഇവിടെ ഉണ്ട്, ഇവിടെ നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും ഒരു ചെറിയ ക്ലിപ്പുണ്ട് കേട്ടോ, ഒരു വൈറ്റ് കളറിലെ ക്ലിപ്പ്. അതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇതിനെ ഇൻസെർട്ട് ചെയ്യാൻ. ഇത് ഒരു സൈഡിൽ കൂടെ കയറുള്ളൂ. അത് കറക്റ്റ് നോച്ച് ഉണ്ടാവും, അതിലേക്ക് കയറിപ്പോൾ ഒരു വെട്ടുപാടുണ്ടാവും, അതിനകത്തേക്ക് കറക്റ്റ് കയറുന്നുണ്ടാവും. അത് നോക്കിയിട്ടങ്ങ് ഇൻസെർട്ട് ചെയ്താൽ മതി ആ ഹോളിലേക്ക്. അതിൽ കുറേ പിന്ന് കണ്ട, ആ പിന്നിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെച്ചു. നന്നായിട്ട് പ്രസ് ചെയ്യുക, ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാകരുത് അവിടെ. തിരിച്ച് ഊരുമ്പോൾ ആ ലോക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ലോക്ക് മാറ്റിയിട്ട് വേണം ഊരിയെടുക്കാനായിട്ട്. എപ്പോഴും പവറിൻ്റെ കണക്ടറിൽ നിന്ന് ഊരിയെടുക്കരുത്. ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് ബോർഡൊക്കെ ഹീറ്റാകാൻ ചാൻസ് ആകും. തിരിച്ച് ഡാറ്റ കേബിൾ ഹാർഡ് ഡിസ്കിലേക്കും കണക്ട് ചെയ്യുന്നു, പവറും കണക്ട് ചെയ്യുന്നു. ഡാറ്റ കേബിൾ ഊരുമ്പോൾ ആ ക്ലിപ്പിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഊരിയെടുക്കുക, ലോക്ക് വീണിട്ടുണ്ടാവും. പവറിനില്ല, പവറിങ്ങനെ വളരെ സ്ലോയിൽ നോക്കിയിട്ട് ഊരിയെടുത്താൽ മതി. കഴിഞ്ഞു അല്ലേ? അപ്പോൾ DVRലെ ഹാർഡ് ഡിസ്കിൻ്റെ കണക്ടിവിറ്റി, ഫിസിക്കൽ കണക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. ഹാർഡ് ഡിസ്കിനെ എടുക്കുക, സ്ക്രൂ ചെയ്യുക, കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യുക. കേബിളിൻ്റെ പേരൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവർ ചെയ്ത് വയ്ക്കുക. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യരുത്. സ്ക്രൂ ഡ്രൈവർ വീഴുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ നൂൽക്കമ്പികൾ വീണ്ടും ഷോർട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അടച്ചു വെച്ചിട്ടാണ് ബാക്കി വർക്ക് ചെയ്യാനായിട്ട്.